ഹലോ ഫ്രണ്ട്സ്, ഞാൻ മാൻസൻ ഷാജി. സ്പോർട്ടിച്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. മാൻസൻ നമസ്കാരം. അപ്പോൾ മാൻസൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിനുശേഷം ഒരു 3 വർഷത്തെ ഒരു വലിയ കാലം, വലിയൊരു സമയമാണല്ലോ. 3 വർഷം എന്ന് പറയുന്ന ഒരു നിസ്സാരമായിട്ടുള്ള ഒരു സമയമല്ല, വലിയൊരു കാലയളവ് തന്നെയാണ്. ഈ കാലയളവിൽ എത്രയും മാറി നിൽക്കാനുണ്ടായ കാരണം എന്താണ്? ഞാൻ ഒരു 3 വർഷം മുമ്പ് വരെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു. എനിക്ക് കുറേ വീഡിയോകളൊക്കെ ഇട്ടായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഒരു CBSE സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് ജോലി തുടർന്നു പോയി. അപ്പം എനിക്ക് രാവിലെയും വൈകിട്ടും കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഒരു സ്പോർട്സ് കായിക അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവന് രാവിലെയും വൈകിട്ടും ട്രെയിനിങ് എന്നതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സമയം രാവിലെയും വൈകിട്ടുമാണ് പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. അങ്ങനെ ഞാൻ മത്സരങ്ങൾക്കായിട്ട് പിള്ളേരെ ഒരുക്കി അങ്ങനെ മുമ്പോട്ട് പോയി. പെട്ടെന്ന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അപകടം എനിക്കുണ്ടായി. അങ്ങനെ ഒരു 3 വർഷക്കാലം ഞാൻ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിലും വെളിയിലൊക്കെ പോയി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസരം കിട്ടുകയും, കാരണം നമ്മൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒട്ടനവധി അവസരങ്ങളിലും സാഹചര്യങ്ങളിൽ നിന്നും അതിനെ തരണം ചെയ്താണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് വന്നേക്കുന്നത്. ശരി, മാൻസനെ ഞാൻ കാണുന്നത്, നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് ആയതിനു ശേഷമാണ്. അതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു പരിചയമില്ല. മാൻസൻ്റെ സഹോദരനുമായിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് എനിക്കുള്ളത്. ആ സമയത്തും നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ മാൻസൻ ഒരു കട്ടിലിൽ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുക, അയ്യോ കഷ്ടം, ഒരു സഹതാപം അല്ല എനിക്ക് താങ്കളോട് തോന്നിയത്. താങ്കളുടെ മുഖത്തുനിന്ന് കിട്ടിയത് എനിക്കൊരു വലിയ പ്രതീക്ഷയായിരുന്നു. ഞാൻ ഒരു സാധാരണ വ്യക്തി ചിന്തിക്കുന്ന രീതിയിലല്ല താങ്കളെ കണ്ടപ്പോൾ ചിന്തിക്കാനിടയായത്. താങ്കളുടെ മുമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയത് കുറേ പോസിറ്റീവായിട്ടുള്ള വശങ്ങളിലേക്കാണ് താങ്കളെപ്പോഴും എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. ഇടയ്ക്കെങ്കിലും ഒരു മോട്ടിവേഷൻ തരാനുള്ള ഒരു മനോഭാവം താങ്കളുടെ ആ അവസ്ഥയിലും കിടക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ താങ്കളെ കാണുമ്പോൾ താങ്കളുടെ വിരലുകൾ മാത്രമാണ് അനങ്ങുന്നത്. ശരീരത്ത് അനക്കമുള്ളത് താങ്കളുടെ കൈകളിലെ വിരലുകൾക്ക് മാത്രമായിരുന്നു. ആ വിരലുകൾ ചലിക്കുന്നിടത്തു നിന്ന് താങ്കളുടെ കാലിലെ വിരലുകൾ ചലിക്കുന്ന ഒരവസ്ഥയിലേക്ക് താങ്കൾ മാറിയത് സന്തോഷപൂർവ്വം നോക്കുന്ന ഒരുത്തരാണ് ഞാൻ. അപ്പോൾ ഈ മാറ്റങ്ങൾക്കിടയിലെല്ലാം താങ്കളുടെ വാക്കുകളിൽ ഒരു വലിയ പ്രതീക്ഷയുടെ, ലക്ഷ്യബോധത്തിൻ്റെ ഒക്കെ ഒരു കിരണം, അങ്ങനെ തന്നെ പറയാം, ഒരു പ്രതീക്ഷയുടെ കിരണം എപ്പോഴും ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ഒരു തളർന്നു വീണ രംഗത്ത് ഇത്രയേറെ മനക്കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? ഇന്നത്തെ തലമുറയ്ക്കില്ലാത്ത ഒന്നാണ് താങ്കളിൽ നിന്ന് എനിക്കത് കാണാനായിട്ട് കഴിഞ്ഞ്. ഞാനൊരു ഒരു ഭംഗിവാക്കായി പറഞ്ഞതല്ല ഇതൊന്നും. എങ്ങനെ ഇത് സാധിക്കുന്നു ഒന്ന് പറയാം. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റാണ്, ഒരു ബൈക്ക് ആക്സിഡൻ്റ്. നവംബർ 2022 നവംബർ മാസം 7-ാം തീയതിയാണ് എനിക്ക് സംഭവിക്കുന്നത്. ഞാൻ അതുപോലെ സ്കൂളിൽ പോകുന്നു. അതുപോലെ തന്നെ രാവിലെ ട്രെയിനിങ് കഴിഞ്ഞു, വൈകിട്ടത്തെ സെക്ഷൻ ട്രെയിനിങ്ങിന് ശേഷം വീട്ടിലേക്ക് വരുന്ന വഴി, അപ്പം അന്ന് ഞാൻ വരുന്ന വഴി എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു. അവനെ ഞാൻ വരുന്ന വഴിക്ക് അവൻ്റെ വീട്ടിൽ ഇറക്കുകയും പിന്നെ ഞാൻ വീട്ടിലേക്ക് പോരുന്ന വഴിക്കാണ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത്. ഒരു എതിരെ വരുന്ന വണ്ടി റോങ് സൈഡ് കയറി വന്ന് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. ആക്സിഡൻറ്റ് പറ്റി ഞാൻ റോട്ടിൽ വീഴുന്ന സമയത്ത് ഞാൻ ആദ്യം ഒന്ന് എഴുന്നേക്കാൻ നോക്കി. ആരായാലും നമ്മൾ നമ്മൾ എന്നാ പറ്റി നമ്മൾ നോക്കൂലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുന്നേക്കാൻ നോക്കി, എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. ഞാൻ കാല് പൊക്കാൻ നോക്കി, എൻ്റെ കാലുകൾക്ക് യാതൊരു ചലനമില്ലായിരുന്നു. കാല് ചുമ്മാ തളർന്ന ഒരു തടിമുട്ടി എങ്ങനെയാണ് കിടക്കുന്നത് ആ രീതിയിൽ കിടക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, എനിക്ക് പെട്ടെന്ന് എൻ്റെ പെണ്ണെ എനിക്ക് എന്നാ പറ്റി, എനിക്ക് എഴുന്നേക്കാനും പറ്റുന്നില്ല, കാല് ചലിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞ ശേഷം എൻ്റെ കാല് രണ്ടും പെട്ടെന്ന് മരച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, എനിക്ക് നട്ടലിന് എന്തോ പറ്റിയിട്ടുണ്ട്, എൻ്റെ നട്ടലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂടത്തിയപ്പോൾ കുറേ പേര് വട്ടത്തിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നട്ടലിന് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ആരും എന്നെ എടുത്ത് പൊക്കുകയോ കുടയോ ഒന്നും ചെയ്തേക്കല്ലോ, ഒരുപോലെ പൊക്കി എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ അവർ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർ അന്നേരം തന്നെ എന്നെ ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
അപ്പോൾ അവിടെ അവർ പറഞ്ഞു സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, നല്ല ചികിത്സയ്ക്ക് വേണ്ടി വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ എന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് ഞാൻ എറണാകുളം ഒരു രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യുകയും പിന്നെ അവരവിടെ ചെന്ന് പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ MRI എടുക്കുകയും തൊട്ട ദിവസം തന്നെ അടുത്ത ദിവസം തന്നെ എന്നെ സർജറിക്ക് വിധേയമാക്കി. സർജറി കഴിഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 10 ദിവസം ഞാൻ ICUവിലായിരുന്നു. കാരണം നമുക്ക് വേറെ ഒന്നുമില്ല, എൻ്റെ കഴുത്തയിൽ കോളർ ഇട്ടേക്കുന്നു, അതുപോലെ തന്നെ നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അപ്പം ജീവിതം മൊത്തം തളർന്നു പോയി ഒന്നുമില്ലാത്തൊരവസ്ഥ ആയിരുന്നു അത്. കാരണം നമ്മൾ ഓടി നടന്ന കാലത്ത് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതീക്ഷകൾ, കാരണം തൊട്ടടുത്ത ആഴ്ച എൻ്റെ പിള്ളേരുടെ മത്സരം. അപ്പം ഞാൻ പിള്ളേരെ അതിനുവേണ്ടി പാകമാക്കി നിർത്തിയേക്കും. അവർക്കൊരു മെഡൽ വരും, അവർക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റ്സ് കിട്ടും എന്നുള്ളൊരു ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. ആ ഒരു അവസ്ഥയിൽ നമ്മളൊന്നുമില്ലാത്ത അവസ്ഥയിലായിപ്പോയി. കാരണം നമുക്ക് കട്ടിലേൽ നിന്ന് ഒരു കൈ പോലും പൊക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് കഫക്കെട്ട് കൂടുതലായിരുന്നു, സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, മനുഷ്യൻ നിനക്ക് ട്രക്യോസ്റ്റമി ഇടണം, അല്ലാതെ നമുക്ക് ന്യൂമോണിയ വരും, പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഓക്കെ എന്നാൽ ട്രക്യോസ്റ്റമി ഇടാം. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ച് കാലത്തേക്ക് ഇനി മിണ്ടാൻ പറ്റാതെ വരും, തൊണ്ട ട്യൂബ്, അതുപോലെ തന്നെ എനിക്ക് റൈൽസ് ട്യൂബ്, ഇതെല്ലാം അത് കഴിയുമ്പോൾ ഇടേണ്ട വരും. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് കൂടുതൽ ഇനി ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്കൊരു റിക്കവറി കിട്ടും എന്നുള്ളൊരു ഒറ്റ ചിന്തയിലാണ് ഞാൻ അതിന് സമ്മതിച്ചു. അപ്പോൾ എൻ്റെ ബ്രദറിനോട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ പിള്ളേർക്ക് മത്സരം അടുത്ത ആഴ്ച, അപ്പോൾ അവർക്ക് വേണ്ടി എനിക്കൊരു വാക്ക് പറയണം, നീ ഇപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് ഞാൻ അയക്കാം, നീ അവരെ കാണിച്ചു കൊടുത്തോണം എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ഞാൻ ഓപ്പറേഷൻ എൻ്റെ തൊണ്ട ട്യൂബ് ഇടുന്നതിന് മുമ്പ് പറഞ്ഞുള്ളൂ, എനിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, നിങ്ങൾ അത് ഓർത്തുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾ വിജയിക്കണം, നിങ്ങൾക്ക് അടുത്ത മത്സരങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എങ്ങനെയും നിങ്ങൾ നേടിയെടുക്കണം, കാരണം നിങ്ങൾക്ക് അതിന് കഴിയൂ എന്നുള്ള ഒറ്റ വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുട്ടിക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ്സ് ഗോള് അതുമായിട്ട് ആ അധ്യാപകൻ്റെ അടുത്ത് വരുന്നതാണ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. അപ്പോൾ അത് കിട്ടുമെന്നുള്ള എൻ്റെ പ്രതീക്ഷയിൽ എനിക്ക് അപ്പോൾ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ട്രക്യോസ്റ്റമി ഇട്ട് വീണ്ടും ഞാൻ ICU 2 ദിവസം കിടന്നു. അങ്ങനെ ഞാൻ റൂമിൽ വരികയും പിന്നെ എൻ്റെ ബ്രദറും എൻ്റെ കസിൻസൊക്കെ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ അവരോട് ഈ ട്രക്യോസ്റ്റമി ഇടുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു പിള്ളേരുടെ മത്സരം അതാണ് വേണ്ടത്, എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് അവരോട് പറയണമായിരുന്നു ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ട്രക്യോസ്റ്റമി ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വാക്കും മിണ്ടാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ ഫാനെ നോക്കി കിടക്കുക മാത്രമാണ്. സിസ്റ്റർ ഡോക്ടർമാർ പറഞ്ഞു, നേഴ്സുമാർ വരുന്നു, നമ്മളെ കാണാനപ്പം വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കാരണം ബ്രദറും ഉണ്ട്, നോക്കുന്ന എൻ്റെ കസിൻസൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അവരോടായാലും നമ്മളിങ്ങനെ ആംഗ്യം കാണിക്കുന്നു. ആ അപ്പത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഒരു കൊതുക് വന്നിരിക്കുവാണെങ്കിൽ ആ കൊതുകിനെ കൈ കൊണ്ടൊന്ന് ഓടിച്ചിടാൻ പറ്റത്തില്ല. കാരണം കൈ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കൈ തളർന്ന് താഴേക്ക് പോകും. ഓർക്കുന്നുണ്ട് കയ്യിലെ വിരൽ മാത്രമേ ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അത്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. ശേഷം നമുക്കൊന്നും നമ്മുടെ ശരീരം ഒന്ന് ചൊറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഏതിനും ഒരാൾ വേണം. കാരണം വായിക്കൂടെ എപ്പോഴും ഈ ട്രക്യോസ്റ്റമി ഇട്ടേക്കുന്നതുകൊണ്ട് തുപ്പൽ വരും. അത് ഒരു മിനിറ്റിൽ ഇങ്ങനെ എൻ്റെ വായിൽ നിന്ന് തുപ്പലുകൾ ടിഷ്യൂ പേപ്പർ വെച്ച് അടുത്ത് നിൽക്കുന്നവർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് എനിക്കൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ തന്നെയായിരുന്നു. കാരണം ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു ന്യൂസായിരുന്നു. കാരണം എൻ്റെ കുറേ കുട്ടികൾക്ക് സ്റ്റേറ്റ് മത്സരങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുകയും അവർക്ക് 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. അപ്പോൾ പിള്ളേരെന്നെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ ആ ഒരു നിമിഷം നമ്മളൊന്നുമില്ലായ്മയിലുള്ള ഒരു അവസ്ഥയിൽ ആ കുട്ടികൾക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻറ്റും ആ കുട്ടികൾക്ക് കിട്ടിയ റിസൾട്ടാണ് എന്നെ കൂടുതൽ ഒരു പുനർജീവനം എന്ന് പറയാം. നമുക്ക് വീണ്ടും ഇപ്പം ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ മനസ്സിനെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരുപാട് സംഭവങ്ങളും മനസ്സ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ വീടുകളിൽ ഉള്ള കാര്യങ്ങളെ അനുചരി നോക്കുന്നു, അമ്മ വീട്ടിൽ പല കാര്യങ്ങൾ വന്നപ്പോഴും പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും അമ്മയും അനുജനും ആ കാര്യങ്ങൾ ചെയ്യുന്നു. മനസ്സും പലപ്പോഴും ഹോസ്പിറ്റലുകളുടെ ചുവരുകൾക്കുള്ളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള അധ്വാനത്തിലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാട് ഉണ്ടാകുന്നത്. അത് ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുന്ന സമയത്ത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ആ സമയത്തെ ഓർത്തെടുക്കാൻ വേദനയുള്ള ഒരു നിമിഷമാണ്. അതിനെ ഓർത്തെടുക്കാൻ പറയുകയല്ല, ആ നിമിഷത്തിലും താങ്കളുടെ മനസ്സിൽ ഇത്രയേറെ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കായിക അധ്യാപകനായതുകൊണ്ട് ആയിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. ആ നിമിഷത്തെ എങ്ങനെ ഓർത്തെടുക്കാമെങ്കിൽ?
പിന്നെ എൻ്റെ പപ്പായെ സംബന്ധിച്ചിടത്തോളം പപ്പായ്ക്ക് ഒരു വർഷമായിട്ട് പപ്പ കിടപ്പിലായിരുന്നു. കാരണം ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, 4th സ്റ്റേജ് ആയിരുന്നു. അവസാനമായപ്പോഴാണ് അറിഞ്ഞത്. അപ്പം പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷന് വേണ്ടി ഞാൻ ഒക്കെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. അപ്പം നമുക്കറിയാമായിരുന്നു ആ അവസ്ഥ എങ്ങനെയായിരുന്നു. ഡോക്ടർമാർ തന്നെ പറഞ്ഞായിരുന്നു ഒത്തിരി കാലം മുമ്പോട്ട് പോകത്തില്ലായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് ആക്സിഡൻറ്റ് പറ്റി കിടന്നത് പപ്പായ്ക്ക് അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോഴത്തേക്കും ബ്രെയിനിൻ്റെ അകത്ത് മൊത്തത്തിൽ സ്പ്രെഡ് ആവുകയും ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം പപ്പായെ നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പപ്പയുടെ കൂടുതൽ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ കിടന്ന ഒരു സന്ദർഭത്തിലായിരുന്നു, ഒരു നിമിഷത്തിലായിരുന്നു പപ്പായ്ക്ക് സീരിയസ് ആവുകയും പപ്പ മരിക്കുകയും ചെയ്യുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം സീരിയസ് ആയിരുന്നു, 4th സ്റ്റേജ് ആയിരുന്നു, ഒത്തിരി കാലം പോകത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് വീട്ടിലൊക്കെ ആയിരുന്നു ഇടയ്ക്ക് എന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോഴായാലും പപ്പയെ എന്നെ കാണിക്കുമായിരുന്നു. എനിക്കിങ്ങനെ പറ്റിയെന്ന് പപ്പയോട് അവർ പറഞ്ഞിട്ടില്ല, ആരും വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പപ്പ മരിച്ചു. ആ ഒരു വർഷക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പപ്പയെ നോക്കാൻ സാധിച്ചു, ട്രീറ്റ്മെൻറ്റിൽ കുറേ കാലം കൊണ്ടു നടക്കാൻ സാധിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളെ ജീവിതത്തിൽ ഇനിയും മുന്നേറണം എന്നുള്ള ഒരു മനസ്സിലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയും അതിജീവിച്ചു വരണം, അതായിരുന്നു നമ്മുടെ മെയിനായിട്ട് വന്നത്. കാരണം എന്നെ സംബന്ധിച്ചോളം പപ്പാടെ ശവമൊക്കെ എനിക്ക് കൂടാൻ പറ്റിയില്ല. കാരണം എനിക്ക് തൊണ്ട ട്യൂബ് ഉണ്ടായിരുന്നു, മൂക്കിൽ ട്യൂബ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ പ്രശ്നം വരുന്നതുകൊണ്ട് എന്നെ ആരും ശവമൊക്കെ കൊണ്ടുപോവുക അല്ലെ ഫ്യൂണറൽ സെറമണി എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഏറ്റവും വലിയ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായുടെ അടക്കിൻ്റെ അന്ന് പോലും ഞാൻ രാവിലെ ഫിസിയോതെറാപ്പിക്ക് പോയെന്നുള്ളതാണ്. എന്നോട് പറഞ്ഞു നീ പോയി ഫിസിയോതെറാപ്പി ചെയ്തു, കാര്യങ്ങളൊക്കെ അവിടെ നടന്നോളും. ഞാൻ രാവിലെ എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ഞാനത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയായപ്പോൾ ഇന്ന് റീഹാബ് ചെയ്യുന്ന പോലെ ഞാൻ പോയി. അന്നത്തെ അടക്കൻ്റെ ദിവസം ഞാൻ പോയി റീഹാബിലിറ്റേഷൻ എക്സസൈസ് ചെയ്യാൻ ഞാൻ പോവുകയും ചെയ്തു. മനസ്സങ്ങനെ ആയിപ്പോയി. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് ഓർത്തുകൊണ്ട് ഏതൊരു ഒരു മകനെ സംബന്ധിച്ചോളം അപ്പൻ പോയെന്നുള്ള ഒരു വിഷമ ഘട്ടമാണ്. പക്ഷെ എന്നാലും നമ്മൾ തളർന്ന് പോകാനുള്ള ഒരു മനസ്സിനെ നമ്മൾ കൊണ്ടുപോയില്ല. വീണ്ടും നമ്മൾ എങ്ങനെയെങ്കിലും പൊരുതി ജീവിക്കണം, പൊരുതി നേടണമെന്നുള്ള ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അതുതന്നെയാണ് മാനസികൊരു പ്രതീക്ഷയുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയുടെ വെളിച്ചമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാൻ കാരണം മാനസിൻ്റെ ഈ വാക്കുകളും മുഖത്തുള്ള ചിരിയുമാണ്. പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കാര്യം എന്താണ്? ഇനി ഈ ഭാവിയിൽ മുന്നോട്ട് താങ്കളെങ്ങനെ താങ്കളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു? താങ്കളുടെ പുതിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പുതിയ ചുവടുവെപ്പ് എന്താണ്? ഇപ്പം ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സപ്പോർട്ടുകൾ പല സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ എല്ലാവരുടെയും ഒരു പ്രത്യേകം പറയുവാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കരമാണ്. കാരണം ഞാൻ ഈ നിലയിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ സാഹചര്യം കൊണ്ടും ഫാദറിന് ഞാൻ പറഞ്ഞായിരുന്നു തീർത്തും വയ്യാത്തതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു എൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് വേണ്ടിയും എനിക്ക് സപ്പോർട്ടിന് വേണ്ടി എല്ലാവരും എൻ്റെ കൂടെ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ റീഹാബ് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ ആയിട്ട് ഒരുപാട് റീഹാബ് പോകാനായിട്ട് എനിക്ക് ഇടയുണ്ടായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും പല ആൾക്കാരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി, പലരുടെയും ജീവിത സാഹചര്യങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാൻ പറ്റി, കണ്ടറിയാൻ പറ്റി. കാരണം ചിലർ കണ്ടു കഴിയുമ്പോൾ നമ്മളൊന്നുമില്ലെന്ന് ഓർക്കും. കാരണം ഒരു മനുഷ്യനെന്ന നിലയിൽ ചുമ്മാ കിടക്കുന്ന മാത്രമുള്ള ഒത്തിരി പേരെ എനിക്ക് കാണാൻ സാധിച്ചു. ആക്സിഡൻറ്റ് പറ്റി സംസാരിക്കാൻ പറ്റാതെ, സ്വന്തം കാര്യം ഒന്ന് ചിന്തിക്കാൻ പറ്റാതെ, സ്വന്തം അപ്പൻ ഏതാ അമ്മ ഏതാന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ചിലവരെ കൊണ്ട് സംസാരിച്ച് കഴിയുമ്പം ചിലവരായിട്ട് നമ്മളായിട്ട് വെച്ചാൽ നമ്മളായിട്ട് ഉണ്ടാക്കിയ ആക്സിഡൻറ്റ് അത് മൂലം അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി. കാരണം അത് ആക്സിഡൻറ്റ് പറ്റി കഴിയുമ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാനും അവരുടെ അനുഭവങ്ങളിലേക്ക് പങ്കുവെച്ച് അവരോട് സംസാരിക്കാനും പറ്റിയതാണ് നമുക്ക് ഒത്തിരി മോട്ടിവേറ്റ് ആയി. അത് കഴിഞ്ഞ് ഈ ആക്സിഡൻറ്റ് പറ്റി ഒരുപാട് ജോലികൾ ചെയ്ത് നല്ല നിലയിലെത്തിയ ആൾക്കാരുണ്ട്, അവരോട് ഇടപെടാൻ പറ്റി. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇനി നമ്മളെ തളർന്നിരുന്നിട്ട് കാര്യമില്ല, നമ്മളുടെ ഈ അവസ്ഥയിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും, നമ്മളെയും കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു. അത് നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങളിലും അനുഭവങ്ങളും ഉണ്ട്, കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്പോർട്സ് മേഖലയിൽ തന്നെ നിന്നുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? കാരണം ഒരു കായിക താരം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കായിക അധ്യാപകൻ എന്ന നിലയിൽ ഇനി എനിക്ക് ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പരിമിതികളുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിടത്തോളം അപ്പോൾ എനിക്ക് കിട്ടിയത് എനിക്ക് പറ്റിയൊരു ഫീൽഡാണ് സ്പോർട്സ് ന്യൂട്രീഷൻ.
അങ്ങനെ ഞാൻ സ്പോർട്സ് ന്യൂട്രീഷനെ പറ്റി പഠിക്കാൻ തുടങ്ങി. എന്നെക്കാളും അറിവുള്ളവരോട് ചോദിക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ന്യൂട്രീഷൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിസ്റ്റൻസ് ആയിട്ട് സ്പോർട്സ് ന്യൂട്രീഷൻ ഒരു അഡ്മിഷൻ എടുക്കാൻ സാധിച്ചു. അങ്ങനെ 1 വർഷമായിട്ട് ന്യൂട്രീഷൻ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. 1 മാസത്തിനുള്ളിൽ കോഴ്സ് തീരും. അപ്പോൾ ഇനി എനിക്ക് മുമ്പോട്ട് സ്പോർട്സ് ന്യൂട്രീഷൻ എന്ന ഒരു പ്രൊഫഷൻ എടുത്തിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഞാൻ. അതിനുവേണ്ടി എനിക്ക് ഇപ്പോൾ 1-2 ക്ലാസ്സുകളൊക്കെ എടുക്കാനുള്ള അവസരങ്ങൾ കിട്ടി. നമുക്ക് ഇപ്പം വരുന്ന തലമുറയ്ക്ക് നമുക്ക് ഒരു കായിക താരത്തെ സംബന്ധിച്ചോളം പ്രാക്ടീസ് മാത്രമല്ല അവന് നല്ലൊരു അച്ചീവ്മെന്റ് കൊടുക്കുന്നത്. അവന് നല്ലൊരു ഹെൽത്ത് ഉണ്ടായിരിക്കണം. അതെ, അതിന് നല്ലൊരു ന്യൂട്രീഷൻ ആവശ്യമുള്ള കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ അവന് നല്ലൊരു പരിശ്രമത്തിൽ എപ്പോഴും ഡെയിലി അവന് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവന് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി അവനൊരു ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവനൊരു അച്ചീവ്മെന്റിലേക്ക് എത്തണമെങ്കിൽ അതിനകത്ത് പല ഘടകം കാണും. അവൻ്റെ ഫിസിക്കലി ആയിട്ടുള്ള കാലം, അവന് സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് വേണം, അവന് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് വേണം, അവന് നല്ലൊരു ന്യൂട്രീഷനിസ്റ്റ് വേണം. അങ്ങനെ നോക്കിക്കഴിയുമ്പം ഒരു ന്യൂട്രീഷനിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കായിക താരത്തിന് ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ ചെയ്ത് കൊടുക്കാമെന്നുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഭാവി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ സംബന്ധിതമായ ഗൈഡുകൾ, അഡ്വൈസുകൾ കൊടുക്കുക, ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, ഡയറ്റ് പ്ലാന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ മുമ്പോട്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ഒരു കാലഘട്ടത്തിൽ യൂട്യൂബ് ഏറെ സപ്പോർട്ടായിരിക്കും അതിന്. തീർച്ചയായിട്ടും. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്തെടുത്തുനിന്ന് ഇന്ന് നമ്മളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് ഒരു ഉത്തരം കണ്ടെത്തലാണ് യൂട്യൂബിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ മാൻസന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാൻസന്റെ വാക്കുകളിൽ നിറയുന്ന ആത്മവിശ്വാസം പുതിയ കായിക രംഗത്തിന് ഉള്ള ശക്തിയായിട്ട് മാറട്ടെ, അവരുടെ ഊർജ്ജമായിട്ട് മാറട്ടെ, പുതിയ ലക്ഷ്യങ്ങൾ കീഴടക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാം നമ്മുടെ സമൂഹത്തിൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചില അപകടങ്ങൾ നമ്മളായിട്ട് വരുത്തി വെക്കുന്ന അപകടങ്ങളുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറായിരിക്കും. അതല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു അപകടം കാരണം മറ്റുള്ളവരുടെ ഒരു ജീവിതമായിരിക്കും, അവരുടെ ജീവിതം മൊത്തത്തിൽ ഒന്നുമില്ലായ്മയിലേക്ക് പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഓരോ അപകടങ്ങളുണ്ട്. അതെ അതെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളുടെ അശ്രദ്ധ മൂലം മറ്റുള്ളവരുടെ ജീവിതം അബദ്ധത്തിലേക്ക് പോകാൻ നമ്മൾ ഇടവരത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറിയോ ഒരു അപകടമോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുമ്പോട്ടുള്ള കാര്യം സാധാരണ രീതിയിൽ ഫിനാൻഷ്യലി നമുക്ക് നല്ല സപ്പോർട്ട് വേണം, ഫാമിലി ആയിട്ടുള്ള സപ്പോർട്ട് വേണം, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ സപ്പോർട്ട് വേണം. ഇതൊന്നും ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധി ഘട്ടങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. മറ്റുള്ളവരെ നമുക്ക് വേണ്ടി അവരുടെ ജോലി മാറ്റിവെച്ച് അവരുടെ സമയം മാറ്റിവെച്ച് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പം എല്ലാവർക്കും ഒരേപോലെയുള്ള മെന്റൽ ഹെൽത്ത് കാണണമെന്നില്ല. എല്ലാവർക്കും ഒരേപോലെയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും നമ്മുടെ സറൗണ്ടിങ് അങ്ങനെ ആണോന്നില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ അവനെ ഇത് അടിപ്പെടുത്തി പോകുന്ന ഒരു അവസ്ഥയാണ്. അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പം എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ചെറിയ ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പം അതോടുകൂടി ജീവിതം തീർന്നു. അതെ, ചെറിയ കുട്ടികളായാലും ആരായാലും ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴത്തേക്കും അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് അവർ വരുന്നില്ല. കാരണം എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങളായിരിക്കും അവരെ ബുദ്ധിമുട്ടിലേക്കും അല്ലെ അവരെ വിജയത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു നെഗറ്റീവായിട്ട് കിടക്കുന്നത്. പക്ഷെ നമ്മളത് അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് എന്നാണ് എനിക്ക് പറ്റിയ പ്രശ്നങ്ങൾ, അതിനെ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് ജീവിക്കാനായിട്ട് നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ വിജയം നമ്മളെ തേടി വരും എന്നുള്ള ഒരു അഡ്വൈസ് എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പം എല്ലാം ജീവൻ തീർന്നേന്നുള്ളൊരു മനോഭാവം നമ്മൾ മാറ്റി വെച്ചിട്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്നാണ്, എവിടെയാണ് എനിക്ക് പരാജയം എന്ന് നമ്മൾ അതിന് കണ്ടുപിടിച്ച് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ വിജയം നമ്മളെ 100% തേടി വരും എന്നൊരു അഡ്വൈസ് എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. മാൻസന്റെ വാക്കുകളിൽ നിറയുന്ന ആത്മവിശ്വാസം എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ.
മാനസിന്റെ ലക്ഷ്യങ്ങൾ കൂടുതൽ ഉന്നതമാവട്ടെ, ലക്ഷ്യങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ശരി, അപ്പോൾ ആശംസകൾ.